പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകും. എംപിമാരുടെ സസ്പെൻഷനും രാഹുൽ ഗാന്ധിയെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതും സഭയിൽ ഉന്നയിക്കും. ഗൗരവ് ഗൊഗോയ്ക്കെതിരായ പാക് ബന്ധമുയർത്തി പ്രതിരോധം തീർക്കാനാണ് ഭരണപക്ഷത്തിന്റെ നീക്കം. ബജറ്റ് ചർച്ചയും ഇന്നു മുതൽ ആരംഭിക്കും. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. പി ആർ സുനിൽ, ബജറ്റ് ചർച്ച ആരംഭിക്കേണ്ട ദിവസമാണ്. വളരെ പ്രധാനപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ് ഉണ്ട്. അതിൽ ഇൻഡോ യു എസ് വ്യാപാര കരാറാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഇന്ന് സഭയിൽ പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉയർത്താൻ പോകുന്നത് ഈ ഇൻഡോ യു എസ് വ്യാപാര കരാറിലെ ഉള്ളടക്കം തന്നെയായിരിക്കും. കാർഷിക വിപണി തുറന്നുകൊടുത്തത് 18% തീരുവ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ അമേരിക്കയ്ക്ക് ഫേവറായിട്ടൊരു വ്യാപാര കരാർ ഉണ്ടാക്കി, അതും അമേരിക്ക പ്രഖ്യാപിച്ചു. ഏകപക്ഷീയ കരാർ എന്ന ഒരു വാദമുയർത്തിയായിരിക്കുമോ പ്രതിപക്ഷം മുന്നോട്ട് പോവുക? എങ്ങനെയാണ് സർക്കാർ ഇതിനെ നേരിടാൻ പോകുന്നത്? സഭ ഇന്നും കലുഷിതമാകുമോ? പി ആർ സുനിൽ. അരുൺ, ഗുഡ് മോർണിംഗ്. ഉറപ്പായും ഇന്ന് പാർലമെന്റിന്റെ ഇരു സഭകളും പ്രക്ഷുബ്ധമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിപക്ഷം പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ചർച്ച വേണം. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഒപ്പിടാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ ദുരൂഹമാണ് എന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയാണ്. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ നേരത്തെ പാർലമെന്റിന്റെ ഇരു സഭകളിലും പ്രസ്താവന നടത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. പക്ഷേ ഈ വാർത്താ സമ്മേളനത്തിലായാലും പ്രസ്താവനയിലായാലും കൃത്യമായ വിശദാംശങ്ങളില്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതുകൊണ്ട് രണ്ട് സഭകളിലും ഈ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസുകൾ നൽകാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ രണ്ട് സഭകളിലും വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരിക്കും ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്. ഏതായാലും കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത് നിലവിൽ തന്നെ $55 ബില്യൺ കയറ്റുമതി ഇന്ത്യയിലെ കർഷകരും സമുദ്രോൽപ്പന്ന മേഖലയിലുള്ളവരുമൊക്കെ തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഇരട്ടി കയറ്റുമതിയാണ് വരാൻ പോകുന്നത്. അത് കാർഷിക മേഖലയ്ക്ക് നേട്ടമാകും എന്ന് പറയുമ്പോൾ പോലും ഇതിന്റെ നികുതി തീരുവ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ അവ്യക്തത തുടരുകയാണ്. അമേരിക്ക ഇപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അവിടുത്തെ കാർഷിക മേഖലയ്ക്ക് വലിയ നേട്ടമുണ്ടാകുന്ന കരാറാണ് എന്നതാണ്. അപ്പോൾ അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വലിയ തോതിൽ വന്നാൽ അത് ഇന്ത്യയിലെ കാർഷിക മേഖലയെ തകർക്കുമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയാണ്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ ചർച്ച വേണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം അംഗീകരിക്കാനുള്ള സാധ്യത കുറവാണ്. ഇതോടൊപ്പമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ നന്ദിപ്രമേയ ചർച്ചയിൽ സംസാരിക്കാൻ അനുവദിക്കാതിരുന്ന സാഹചര്യം. മുൻ കരസേനാ മേധാവി ജനറൽ എം നരവനെയുടെ ഓർമ്മക്കുറിപ്പിൽ ഇന്ത്യ ചൈന സംഘർഷവുമായി ബന്ധപ്പെട്ട പറയുന്ന കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. ഏതായാലും അതിൽ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനെതിരെയുള്ള പ്രതിഷേധം പാർലമെന്റിൽ പ്രതിപക്ഷം കടുപ്പിക്കാനും സാധ്യതയുണ്ട്. നേരത്തെ പ്രതിഷേധത്തിന്റെ ഭാഗമായി സസ്പെൻഷനിലായ 8 കോൺഗ്രസ് എംപിമാരുടെ പ്രതിഷേധ ധർണയും ഇന്ന് പാർലമെന്റ് കവാടത്തിൽ നടക്കുന്ന സാഹചര്യമുണ്ട്. ഏതായാലും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള വലിയ കൊമ്പുകോർക്കൽ തന്നെയായിരിക്കും പാർലമെന്റിന്റെ ഇരു സഭകളിലും ഇന്ന് കാണാൻ പോകുന്നത്. ഇനി 5 ദിവസം കൂടി മാത്രമാണ് സഭാ സമ്മേളനമുള്ളത്. കാരണം പാർലമെന്റിന്റെ ഈ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം സമാപിക്കുന്നത് വരുന്ന 13-ാം തീയതിയാണ്. അതിനു മുൻപ് ബജറ്റ് പാസാക്കേണ്ടതുണ്ട്, ധനാഭ്യർത്ഥന ബില്ലുകൾ പാസാക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം നടപടികളിലേക്കൊക്കെ തന്നെ ഇരു സഭകൾക്കും കടക്കാൻ കഴിയുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വലിയ പ്രതിഷേധ കാഴ്ചകൾ തുടരുകയാണെങ്കിൽ ചർച്ചയില്ലാതെ ബജറ്റ് പാസാക്കിക്കൊണ്ട് ഈ സഭയുടെ ആദ്യഘട്ടം അവസാനിക്കാനാണ് സാധ്യത. ഓക്കെ, എന്തായാലും സഭ കലുഷിതമാകും എന്നുള്ളത് തന്നെയാണ്. ഇന്നും രാഹുൽ ഗാന്ധിയും നേതാക്കളും ഒക്കെ കസറാൻ സാധ്യതയുണ്ട്. നമുക്ക് കാത്തിരിക്കാം. തത്സമയ വിവരങ്ങൾ പി ആർ സുനിൽ നൽകും. താങ്ക് യു പി ആർ സുനിൽ.